ദിലീപിന്റെ വോയിസ് മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞില്ലേ കോടതിയിൽ? അതിനുള്ള തെളിവുകൾ കൊടുത്തില്ലേ? മഞ്ജു പറഞ്ഞത് കള്ളങ്ങളാണോ? അല്ലെങ്കിൽ ഈ ബാക്കി ഈ ജീവിക്കുന്ന തെളിവുകൾ എന്ന് തന്നെ പറയാം, ഈ ബാങ്ക് അക്കൗണ്ട്സിന്റെ റെക്കോർഡുകൾ, അതേപോലെ തന്നെ പണം കൈമാറിയതിന്റെ റെക്കോർഡുകൾ, ഈ വോയിസ് ക്ലിപ്പുകൾ, അതേപോലെ സാക്ഷി മൊഴികൾ, ഈ 268 പേരിൽ 28 പേര് മാത്രമേ ഉള്ളൂ സാക്ഷി പട്ടികയിൽ നിന്ന് മൊഴി മാറ്റിയത്. ആ മൊഴി മാറ്റാൻ വേണ്ടി സാഗർ എന്ന് പറഞ്ഞ ആൾക്ക് 7 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെറും 50,000 കൊടുത്ത് വക്കീല് പറ്റിച്ചു എന്നാണ് സാഗർ പറഞ്ഞത്. അതിന്റെ വരെ മൊഴിയുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ അവര് പോയി താമസിച്ചു ഈ സാഗറിനെ കാണാൻ ആലപ്പുഴ പോയി താമസിച്ചതും അവിടെ പണം കൊടുത്തതുമായിട്ടുള്ള അതിന്റെ തെളിവുകൾ, സാഗർ തിരിച്ചു പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ സിനിമ ഇൻഡസ്ട്രിയിലുള്ള 4-5 പേരോ കാവ്യമാധവന്റെ കുടുംബത്തിലുള്ള ആളുകളോ അല്ലാതെ മറ്റൊരു മനുഷ്യരും ഈ കേസിന്റെ മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ആളുകളുടെ മുഴുവൻ മൊഴിയുണ്ട്, തെളിവുകളുണ്ട്, ബാങ്ക് രേഖകളുണ്ട്. ഇതെല്ലാമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തപ്പോ ഏതാണ്ട് എത്ര വർഷങ്ങളാണ് ഇതിന്റെ വിചാരണ നീണ്ടുപോയത്? 46 ദിവസങ്ങളാണ് പച്ചവെള്ളം പോലും കുടിക്കാൻ കോടതിയിൽ സമയം കിട്ടാതിരുന്ന ആ ബാലേന്ദ്രകുമാർ എന്ന മനുഷ്യൻ അവിടെ ഇരുന്ന് ആ വിചാരണ നേരിട്ടത്. അപ്പൊ ഈ ബാലേന്ദ്രകുമാറും ഒക്കെ ഇത്രയും തെളിവുകൾ കൊടുത്ത സ്ഥിതിക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഈ കുറ്റകൃത്യം കൊട്ടേഷൻ കൊടുത്തയാളിനെ, അയാളെ ന്യായീകരിക്കാൻ വേണ്ടി തെളിവില്ല എന്ന് പറഞ്ഞ കുറെ നാടകങ്ങളുമായിട്ട് കുറെ ആളുകൾ തെളിവുകളുള്ള കേസിൽ തീർച്ചയായും അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്. അതിജീവിതക്ക് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം. ഇനി അജിത് വട്ടിയൂർക്കാവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അജിത്ത്, നമ്മൾ ഈ പുരുഷന്മാർ എന്നൊക്കെ പറഞ്ഞ് ഈ വിധിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഈ കേസിൽ ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് ദിലീപിന് വേണ്ടി ഇനി അനുകൂല മുദ്രാവാക്യവുമായി മുന്നോട്ട് വരുന്നത്? ഇത്രയേറെ തെളിവുകൾ മുന്നിലിരിക്കെ